കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനും ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ വീശി കർത്താവിന് മഹത്വം കൊടുത്താട്ട് യേശുവിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒന്ന് വായൊക്കെ തുറന്ന് ശരിക്കൊന്ന് സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ശക്തിയോടെ, മഴ നനഞ്ഞിരിക്കാതെ, ആത്മാവിലൊന്ന് തീ കത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തീ തന്നെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. ദ ബ്ലെസ്സിങ് ഓഫ് ഏബ്രഹാം. ഹല്ലേലൂയ. എത്ര പേര് വായിച്ചിട്ടുണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം? അതുകൊണ്ട് അതെല്ലാം എടുക്കാനുള്ള സമയം ഇന്നത്തെ ദിവസം ഇല്ലാത്തത് കൊണ്ട് അബ്രഹാമിനോട് കർത്താവ് ചോദിച്ചൊരു കാര്യമുണ്ട്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ദൈവത്തെ കൊണ്ട് സകലതും സാധിക്കുമെന്നും അവൻ ഇന്ന് എൻ്റെ മധ്യത്തിലുണ്ട്, നമ്മുടെ മധ്യത്തിൽ, ആരാധനയുടെ മധ്യത്തിൽ എൻ്റെ കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? ഹല്ലേലൂയ. അത് മുഴുവനും എടുത്തു തീർക്കാൻ പറ്റാത്തത് കൊണ്ട്, കാര്യം അബ്രഹാമിൻ്റെ അനുഗ്രഹം പല സെക്ഷനായിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദ ബ്ലെസ്സിങ് ഓഫ് ഏബ്രഹാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വായിക്കുന്നത് പോലെ, മരത്തിന്മേൽ തൂങ്ങിയവൻ ശപിക്കപ്പെട്ടുവെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിന്? അബ്രഹാമിൻ്റെ അനുഗ്രഹം. വിശ്വാസത്താൽ ആത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കുക തന്നെ. ഞാൻ ഈ വാക്യമല്ല എടുക്കുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ അകത്തെ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രാർത്ഥിച്ച് സ്തോത്രം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാര്യം അതിനുള്ള സമയം പോലും നമുക്ക് ഇന്നത്തെ ആരാധനയിലില്ല. അതുകൊണ്ട് കിട്ടിയ സമയം ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാം. അതിൻ്റെ അകത്ത് സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താക്കോൽ അധ്യായമാണ് 22-ാം അധ്യായം. അതിനകത്താണ് കർത്താവ് കരുതുന്നവൻ എന്ന് പറഞ്ഞത്. യഹോവ ഈരെ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം കരുതുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. അത് പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമം മാത്രമല്ല. സ്തോത്രം ഇന്നും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനിനായ ദൈവമാണ് അവൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എന്തിനാ ഇടുന്നേ? എൻ്റെ ചിന്തയും ഭാരവും, എൻ്റെ ബുദ്ധിക്കകത്ത് ഇരിക്കുന്ന എല്ലാ ഭാരവും, എൻ്റെ ചിന്താകുലങ്ങളൊക്കെ അവൻ്റെ മേൽ ഇടുന്നത് എന്തിനാ? അവൻ എനിക്ക് വേണ്ടി പറഞ്ഞാണ്ട്, അവൻ എനിക്ക് വേണ്ടി കരുതുന്നതാകിയാൽ എൻ്റെ സകല ചിന്താകുലവും എൻ്റെ കർത്താവിൻ്റെ മേലിടുന്ന കർത്താവിൻ്റെ വചനം പറയുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഉൽപ്പത്തി പുസ്തകം 22 അത് എടുത്ത് ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവാത്മാവ് തരുന്ന ദൂത് എന്ന് പറഞ്ഞ് എന്താ വിശ്വാസം എന്ന് പറയുന്നത്? ഈ വചനം എന്നോട് സംസാരിക്കുന്ന എന്നോടുള്ള ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇതെനിക്ക് വാ തുറന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്. അധ്യായത്തിൻ്റെ മുകളിൽ നിന്ന് കൈവച്ച് പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയുള്ളത്. 22-ാം അധ്യായം താക്കോൽ അധ്യായം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശ് മരണം വരെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമുണ്ടെങ്കിലും 22 അതിൻ്റെ അകത്തെ താക്കോൽ അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ ആരംഭം നമുക്ക് വായിച്ചാട്ടോ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാമെന്ന് അരുളി ചെയ്തു. നിന്റെ മകൻ നീ സ്നേഹിക്കുന്ന ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ തന്നെ എന്ത് ചെയ്യണം? ഹോമയാഗം, കത്തുന്ന യാഗം അർപ്പിക്കണം. ഇസഹാക്ക് വെറുതെ ഇങ്ങ് കിട്ടിയതൊന്നുമല്ല. ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് വാഗ്ദത്തം, ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരു മകനാണ് ഇസഹാക്ക്. വെറുതെ കിട്ടിയതൊന്നുമല്ല, ഒരുപാട് നാൾ കാത്തിരുന്നു.
സാറയെ സംബന്ധിച്ചോളം സാറയുടെ 90-ാമത്തെ വയസ്സിലും അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിലും ജനിച്ച മകനാണ് ഇസഹാക്ക്. സാറയെ സംബന്ധിച്ച് സാറ ഒരുപാട് നിന്ന സഹിച്ച് തൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗാർ വരെ അബ്രഹാമിൽ നിന്നും മകനെ ജനിച്ച് തൻ്റെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമാക്കി മാറ്റിയപ്പോഴും കൂടാരത്തിൻ്റെ അകത്ത് വേദനയോടെ ആരോടും കൂടുതലൊന്നും സംസാരിക്കാതെ തൻ്റെ വേദന കടിച്ചു തിന്ന് സ്വന്തം ഉള്ളിലൊതുക്കിയ ഒരു സഹോദരിയാ സാറ. പക്ഷെ ആ സഹോദരിക്ക് ദൈവം സന്തോഷം വരുത്തി, ചിരി വരുത്തി. ആര് എത്ര നാള് കണ്ണുനീരോടെ വേദനയോടെ വീട്ടിൻ്റെ അകത്ത് സ്വത്രം ഇന്ന് കടിച്ചമർത്തി ആരോടും പറയാതിരിക്കുന്നെങ്കിൽ ദൂത് കേട്ടോ, നിനക്ക് ചിരി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ വെച്ച കർത്താവ് ചോദിച്ചേ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വയസ്സ് 100ആയി, സ്വത്രം തൻ്റെ ഭാര്യയ്ക്ക് 90 വയസ്സായി, എല്ലാ പതിവും നിന്നു, ശരീരമൊക്കെ ബലഹീനമായി, ഗർഭപാത്രം നിർജീവമായി, അബ്രഹാമിൻ്റെ ശരീരം നിർജീവമായി. കർത്താവ് ചോദിക്കുകയാണ്, എന്നെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? അങ്ങനെ കർത്താവ് ഇറങ്ങി വന്ന് ദൂത് കൊടുത്തു. ദൂത് കൊടുത്തപ്പോൾ അവള് ചിരിച്ചു എന്ന് കർത്താവ് പറഞ്ഞു. അവളൊക്കെ ചോദിച്ചപ്പോൾ, സാറേ നീ ചിരിക്കുന്നത് എന്താ? നീ ഈ ദൂത് കേട്ടപ്പോൾ നീ ചിരിക്കുന്നത് എന്താ? സാറേ എന്താ പറഞ്ഞത്? സാറേ എന്താ പറഞ്ഞു? കുറച്ച് പറഞ്ഞാട്ട്. ഞാന് ചിരിച്ചില്ല. കർത്താവ് പറഞ്ഞു നീ ചിരിച്ചു. എനിക്കൊരു സംശയം, ആര് പറഞ്ഞത് ശരി? ചിരിക്കാത്ത ആള് പറഞ്ഞു ചിരിച്ചില്ലെന്ന്. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞു എന്താണ്? ചിരിച്ചോ. നിങ്ങൾ പറയാം, ആര് പറഞ്ഞത് ശരി? കർത്താവ് ചിരിച്ചെന്ന് പറഞ്ഞ, അതുകൊണ്ട് തന്നെ ആ പേരിട്ടത് എനിക്ക് ചിരി വരുത്തി. നീ എന്നും കണ്ണുനീരോടെ കൂടാരത്തിൻ്റെ അകത്ത് വേദനയോടെ അടങ്ങി ഒതുങ്ങി അടിമയെപ്പോലെ ആർക്കാൻ ഒരിക്കലും സ്വർഗം സമ്മതിക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ചിരി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സന്തോഷം കൊണ്ട് ഉടുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ. ഇസഹാക്ക് എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ്? ചിരി. എനിക്ക് തോന്നുന്നു സാറ ചിരിച്ചിട്ട് കുറേ നാളായി. കാര്യം ഹാഗാറിൻ്റെ വിഷയം, ഇസ്മായിലിൻ്റെ വിഷയം, തലമുറയില്ലാത്ത വിഷയം, വാക്തത്വങ്ങളില്ലാത്ത വിഷയം, വീട്ടിൻ്റെ അകത്ത് ഏകാന്തതയോടെ സ്വത്രം ഒരു കൂടാരത്തിൻ്റെ അകത്ത് മാറി ഒറ്റയ്ക്ക് പാർക്കുമ്പോൾ ചിരിച്ചിട്ട് നാളുകൾ കുറേയായി. പക്ഷേ അവൾക്ക് കർത്താവ് പറയാം, ഞാൻ നിനക്ക് ചിരി വരുത്താൻ പോവുക. ഇന്ന് എന്തിനാ ഞാനിത് പ്രസംഗിക്കുന്നത്? നിന്നോടുള്ള ദൂത. ചിരിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചിരിച്ചു തുടങ്ങിക്കോ. നിന്റെ വാക്തത്വം അടുത്തെത്തിയിരിക്കുക. പ്രസവിക്കാത്ത മച്ചിയെ, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. വെറുതെ കിട്ടിയ സന്തതിയൊന്നുമല്ല. ഒരുപാട് വർഷം കാത്തിരുന്ന് കിട്ടിയ മകനാ. എല്ലാം വിട്ട് കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ച മനുഷ്യനാ അബ്രഹാം. ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് പുറപ്പെട്ട് കാണിപ്പാണ്ടിരിക്കുന്ന ദേശം. അതെന്തോ ദേശമാണ്? ഗൂഗിൾ മാപ്പിൻ്റെ അകത്തുണ്ടോ അങ്ങനൊരു ദേശം? അങ്ങനൊരു ദേശമൊന്നുമില്ല. പക്ഷേ വിശ്വാസത്തിന് അങ്ങനൊരു ദേശമുണ്ട്. വിശ്വാസത്തിൻ്റെ അകത്ത് അങ്ങനൊരു ദേശമുണ്ട്. ദൈവം നിന്നെ കാണിക്കാൻ പോകുന്നൊരു ദേശമുണ്ട്. അത് വിശ്വാസത്താൽ കണ്ടവർക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കും. കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. ദേശത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, പിതൃഭവനത്തെ വിട്ടു, അവരെല്ലാം വിട്ടു പുറപ്പെട്ടിറങ്ങിയ സ്വതന്ത്രം മനുഷ്യൻ അവസാനം ഹല്ലേലൂയ അവസാനം പറയാം, നീ സ്നേഹിക്കുന്ന, എങ്ങനെ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ അവനെ തന്നെ, ഇസഹാക്കിനെ തന്നെ. അവിടെ എവിടെങ്കിലും ഒരു അണ്ണുവട വ്യത്യാസമുണ്ട്. എത്ര പ്രാവശ്യമാണ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവനെ ഹോമയാഗം എന്ത് ചെയ്യണം? ഹോമയാഗം അർപ്പിക്കണം. എന്തിനു വേണ്ടിയാ കർത്താവ് ഇത് ചോദിച്ചത്? എൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് എന്തിനു വേണ്ടിയാ? അബ്രഹാമിനെ പരീക്ഷിക്കാൻ വേണ്ടിയാ. നമ്മളെയൊക്കെ കർത്താവ് പരീക്ഷിക്കും. ഇയ്യോബിനെ പരീക്ഷിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരെ പരീക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വത്രം ദൈവമക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷിക്കാത്ത ഒരുപാട് പേരുണ്ട്. ലോത്തിനെ പരീക്ഷിച്ചേയില്ല. ലോത്തിനെ എന്ത് ചെയ്തില്ല? ക്വാളിറ്റി ഉള്ളവനെ വേണ്ട പരീക്ഷിക്കാൻ. സ്വത്രമില്ലാത്തവനെ ഒന്നും ദൈവം പരീക്ഷിക്കത്തില്ല. നിന്നെ പരീക്ഷിക്കുന്നെങ്കിൽ ഓർത്തോണം, ദൈവം നിന്നെ കണ്ടതുകൊണ്ടാ.
ഹന്നയെ പരീക്ഷിച്ചു, ഹന്നയെ പരീക്ഷിച്ചു, പക്ഷെ പെനീനെ പരീക്ഷിച്ചില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യൂദയെ പരീക്ഷിച്ചോ? ഇല്ല. സ്തോത്രം, പത്രോസിനെ വേണമെന്ന് സാത്താൻ അവകാശം പറഞ്ഞു. എടാ, നീ ഒരു സ്തോത്രം വ്യക്തമായി ദൈവത്തിൻ്റെ ഒരു പൈതലാന്ന് അറിഞ്ഞതുകൊണ്ടാ. നിനക്ക് എന്തെങ്കിലും ഒരു പുതിയ അനുഗ്രഹം തരണമോ, ഒരു ഐശ്വര്യമായ ഒരു അനുഗ്രഹം തരണമോ, ഒരു പരീക്ഷയെ കൂടെ കർത്താവ് കയറ്റിവിടും. ഇന്നത്തെ പരീക്ഷ നാളത്തെ നിന്റെ ജയമാണ്. ജയം നിനക്ക് വേണോ? ഹല്ലേലൂയ. കൈ കൊടുത്ത് പറഞ്ഞാണ്ട് കുരിശില്ലാതെ കിരീടമില്ലെന്ന് പറഞ്ഞാണ്ട്. കുരിശില്ലാതെ എന്തോ ഇല്ല? കിരീടമില്ലെന്ന്. ദൈവത്തിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്തോത്രം, ഞാൻ എല്ലാവരും സ്തോത്രം വളരെ കറക്റ്റായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് പ്രോസ്പെരിറ്റിയും ഉണ്ട്, അതിൻ്റെ അകത്ത് കഷ്ടതയും ഉണ്ട്. അതും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചാൽ കർത്താവ് നിനക്ക് തരുന്നത്. അല്ലെങ്കിൽ നീ മഹാ അഹങ്കാരിയായി തീരും. ഹല്ലേലൂയ. നിനക്ക് വെളിപ്പാടുമുണ്ട്, ഇപ്പുറത്ത് സാത്താൻ നിന്നെ കുത്താൻ ശൂലവുമായിട്ട് നിർത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം കർത്താവ് തരുന്നത്. സ്തോത്രം ചെയ്ത്, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ കൃപ നിനക്കും മതി. ഹല്ലേലൂയ. നിഗളിച്ച് സാത്താന് വന്ന ശിക്ഷ നിനക്ക് വരാതിരിക്കാൻ, നീ നരകത്തിൽ പോകാതിരിക്കാൻ ചില ശൂലമൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. സ്തോത്രം ചെയ്ത് നമുക്ക് പിടിച്ചു. കൈ കൊടുത്ത് പറഞ്ഞാണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം അറിഞ്ഞിട്ടേ എല്ലാം സംഭവിച്ചിട്ടുള്ളൂ. നീ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് ദൈവം സകലതും അറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. എത്ര പേർക്ക് മൗനമായിരിക്കാതെ വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി. നേരം പരീക്ഷിക്കുക. എല്ലാവരെയും പരീക്ഷിക്കത്തില്ല കേട്ടോ. എത്ര പേര് കർത്താവ് പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നവരുണ്ട്? എത്ര പേര്? നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. സ്തോത്രം, പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നാണ് നീ ജയിച്ച് കയറിയത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ പരീക്ഷിച്ച കഷ്ടതയിൽ കൂടെ ആയിരിക്കാം, ഞെരുക്കത്തിൽ കൂടെ ആയിരിക്കാം, പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതായിരിക്കാം, അനേക നാളുകൾ ദൈവം നിന്നെ ശ്രദ്ധിക്കാത്ത അവസ്ഥയായിരിക്കാം. ഹല്ലേലൂയ. വളരെ ശോധനയിൽ കൂടെ കടന്നുപോയ അവസ്ഥയായിരിക്കും. ആ സമയത്തൊക്കെയും നീ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പിന്മാറാതെ ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിനക്കുണ്ട് കിരീടം. ഹല്ലേലൂയ. അങ്ങനെ പരീക്ഷിച്ചതാണ്. പരീക്ഷ തീരുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. പരീക്ഷിച്ചു. അങ്ങനെ പരീക്ഷിച്ച് കർത്താവ് പറഞ്ഞ ശബ്ദം അതുപോലെ സ്തോത്രം ശരിക്ക് അബ്രഹാം കേട്ടോ. ദൈവശബ്ദം കേൾക്കണം, തോന്നലൊന്നുമല്ല. കർത്താവ് പറഞ്ഞത് തന്നെ വളരെ വ്യക്തമായിട്ടും അബ്രഹാമിന് മനസ്സിലായി ഇത് അബ്രഹാമിനോട് പറഞ്ഞതാണ്. അതിരാവിലെ എഴുന്നേറ്റു. പെൻഡിങ് വെച്ചില്ല, 2 ദിവസം മാറ്റി വെച്ചില്ല, 3 ദിവസം മാറ്റി, 2 ദിവസത്തേക്ക് മാറ്റി വെച്ചായിരുന്നെങ്കിൽ ഈ കാര്യം നടക്കത്തില്ല. എപ്പോഴെഴുന്നേക്കണം? ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് എത്ര പേരിൻ്റെ അകത്തുണ്ടോ? ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് എത്ര പേരിൻ്റെ അകത്തുണ്ടോ? കിടന്നുറങ്ങിക്കോ, എനിക്കെന്തോന്നോ കുഴപ്പമെന്തോ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ നീയും. അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവശബ്ദം കേട്ടത് എപ്പോഴാ? രാത്രിയിൽ ദൈവം സംസാരിച്ചു. അനുസരിക്കാൻ നല്ല തയ്യാറെടുപ്പുള്ളതാണ്. അബ്രഹാമിന് എന്തോ പറഞ്ഞാലും അകത്തൊരാത്മാവുണ്ട്. യെസ് എന്ന് പറയുന്ന ഒരാത്മാവ് അബ്രഹാമിനുണ്ട്. എന്തോ പറയും? ദേശത്തെ വിടണം. കർത്താവേ ശരി വിടാം. എന്താ എന്തുവാ പറഞ്ഞോട്ടോ? യെസ്, ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, റിലേഷൻസൊക്കെ ഉണ്ടല്ലോ, സ്വത്രം അവരെ എല്ലാം വിടണം, ലോത്തിനെയും വിടണം, ഹല്ലേലൂയ എല്ലാവരെയും വിടണം. യെസ്. എന്താ പുള്ളിയുടെ ആത്മാവ്? എങ്ങനത്തെ ആത്മാവാ? നിങ്ങൾക്ക് എന്തോ ആനക്കമില്ലാത്ത? നിങ്ങൾക്ക് പറഞ്ഞതങ്ങ് ഏറ്റെങ്കിലും പറയരുതോ? നിങ്ങൾ പറഞ്ഞിട്ടാലും കുഴപ്പമില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞേ യെസ് യെസ്. ഹല്ലേലൂയ.
ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, അപ്പൻ്റെ വീട് വിടണം. ശരി, ഓക്കെ. സ്തോത്രം. നിങ്ങൾ അനങ്ങാതിരിക്കാൻ കൈ കൊടുത്ത് പറ. സ്തോത്രം. യേശുവിൻ്റെ ആത്മാവാന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ ആത്മാവ്. യേശു പറയണം. കുറേ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നിന്റെ ചെറുപ്പക്കാരിയായ രണ്ടാമത്തെ ഭാര്യ ആകാറുണ്ടല്ലോ, അവളെ ഉപേക്ഷിക്കണം. എന്താ പറഞ്ഞെന്തുവാ? നിങ്ങൾ പറഞ്ഞ് ബാക്കി നിങ്ങൾ എന്താ പറഞ്ഞെന്തുവാ? ഉറച്ച് പറഞ്ഞേ. ഇതൊന്നും ഇങ്ങനെ പറയാ. യേശുന്നൊന്ന് ഉറച്ച് പറഞ്ഞു, വാ തുറന്നു പറഞ്ഞു. ആ, അങ്ങനെ. നീ ഇസ്മായേലിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇസ്മായേൽ സ്തോത്രം നിനക്ക് വാഗ്ദത്ത സന്തതി വരാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം സ്തോത്രം അബ്രഹാം പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഇസ്മായേൽ തന്നെ മതി, ഞാൻ അവനെ അങ്ങ് സ്നേഹിച്ചു. അന്നേരം ഇസ്മായേൽ സ്നേഹിക്കുന്ന മകനാ, ഇസ്മായേലിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അന്നേരം അബ്രഹാം എന്തോ പറഞ്ഞു? ഓ, എന്താ പറഞ്ഞെന്തോ? നിങ്ങൾ ഈ കൂട്ടത്തിലുള്ളതല്ല. അതാ കാര്യം. അതാ ദേശത്തെ വിടാൻ പറഞ്ഞു, ചാർച്ചക്കാരെ വിടാൻ പറഞ്ഞു, പിതൃഭവനത്തെ വിടാൻ പറഞ്ഞു, ഹാഗാറിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഇസ്മായിലിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ലാസ്റ്റിൽ നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ കത്തുന്ന യാഗമായി അർപ്പിക്കാൻ പറഞ്ഞപ്പം അബ്രഹാം പറഞ്ഞു യെസ്. ഈ ദൈവവചനമൊക്കെ പറയുമ്പോ യേസ് എന്ന് പറയുന്നവനെയാ ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടണം. അബ്രഹാമിന്റെ അനുഗ്രഹം. വാക്യം എഴുതി സ്തോത്രം എടുത്ത് വെട്ടി നെറ്റിക്കകത്ത് ഒട്ടിച്ചാൽ മതി. അബ്രഹാം ചെയ്തതുപോലെ നീ ചെയ്താൽ നിനക്കും ദൈവം അനുഗ്രഹം തരും. വിശ്വസിക്കുന്ന എത്ര പേരിൻ്റെ അകത്തുണ്ട്? അന്നേരം ഇസ്ഹാക്കിനെ കൊടുക്കാൻ റെഡിയായി. അതിരാവിലെ എഴുന്നേറ്റു. സാറേ എടുക്ക ചോദിച്ചെന്നോ പറഞ്ഞതോ ഒന്നുമില്ല. 2 ബാല്യക്കാരെ വിളിച്ചു, കഴുത കെട്ടി, വിറകെടുത്ത് വെച്ച് കഴുതയുടെ മുകളിൽ വിറക് വെച്ച് കെട്ടി, എന്നിട്ട് പുറപ്പെട്ടു. ഒരു ദിവസം യാത്ര പുറപ്പെട്ടു. ഒരു ദിവസം കഴിഞ്ഞു. സ്വത്രം എത്ര പേരുണ്ട് മൊത്തം? 2 ബാല്യക്കാര്, അബ്രഹാം, ഇസ്ഹാക്ക്. വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ പാടി സ്വത്രം ഹാലേലൂയ. നമ്മൾക്കറിയാമല്ലോ ഹാലേലൂയ. അക്കരയ്ക്ക് യാത്ര ചെയ്യും. ഇത് ചിലപ്പോൾ അങ്ങനത്തെ പാട്ടൊക്കെ ആയിരിക്കും. അതൊക്കെ പാടി സ്വത്രം ഹാലേലൂയ. തപ്പുമൊക്കെ കൊട്ടിക്കൊണ്ട് നടന്നു. രാത്രി കിടന്നുറങ്ങിയപ്പം അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. എന്തിനാ പോകുന്നത്? മോനെ ഹോമയാഗം അർപ്പിക്കാനായിട്ടാണ് പോകുന്നത്. ഉറക്കമില്ല. എഴുന്നേറ്റ് സ്വത്രം മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ കർത്താവേ കർത്താവേ, നീ തന്നതാ, നീ തരാത്തതൊന്നുമില്ല, നീ ചോദിച്ചാൽ ഞാൻ മടക്കിത്തരും. ഒരപ്പൻ്റെ വേദന. ഇസ്ഹാക്ക് കിടന്നല്ല സുഖമായിട്ട് ഉറങ്ങുക. സ്വത്രം നീ തലമുറയ്ക്ക് സ്വത്രം പോലും അറിയാതെ നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യം ഓർത്തോണോ, തലമുറകളൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. നീ മുട്ടയിലിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലായോ? ഒന്നാമത്തെ ദിവസം അപ്പം മുഖത്തിൻ്റെ ഭാവമോ വ്യത്യാസമോ ഒന്നും സ്വത്രം ഇസ്ഹാക്കിനെ കാണിച്ചിട്ടില്ല. സ്വത്രം രണ്ടാമത്തെ ദിവസമായി. രണ്ടാമത്തെ ദിവസം അപ്പനും മോനും കൂടെ ചേർന്ന് കിടക്കുക. ബാല്യക്കാർ ആഹാരമൊക്കെ ഉണ്ടാക്കും, ഫുഡൊക്കെ കഴിക്കും. അവർക്ക് ആഹാരം കഴിക്കണ്ടേ? അവർ ആഹാരമൊക്കെ ഉണ്ടാക്കി സ്വത്രം ആഹാരമൊക്കെ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു സ്വത്രം മോനെ ഇതും കൂടെ കഴിക്കട എന്നൊക്കെ പറഞ്ഞ് ഇസ്ഹാക്കിൻ്റെ വായിലോട്ട് ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് 2 പേരും കൂടെ ചോർന്ന് വീണ്ടും നടന്നു. അന്നും രാത്രിയിൽ നടന്നതിൻ്റെ ക്ഷീണമുണ്ട്, കഴിഞ്ഞ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട്. പക്ഷെ ദൈവകൃപയുണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങ് മറക്കും. 40 ദിവസം രാത്രിയിലും പകലും നടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, ഏലിയാവ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചിട്ട് നടന്നാൽ നിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ക്ഷീണവും വരത്തില്ല. പറയുന്ന കാര്യമെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിനക്ക് ആരോഗ്യം തരും. സ്തോത്രം. കാര്യം അബ്രഹാമിന് 118 വയസ്സ്, ഇസ്ഹാക്കിന് കുറഞ്ഞത് 18 വയസ്സൊന്നുണ്ടെന്ന് കൂട്ടിക്കും. കാര്യം തന്നെ യാഗമർപ്പിക്കാനുള്ള വിറക് മുഴുവനും തൻ്റെ തോളത്ത് വെച്ച് കെട്ടി നടക്കണമെങ്കിൽ 5 വയസ്സേ ഉള്ളൂ, 10 വയസ്സേ ഉള്ളൂ. നല്ല ഒരു യൗവനക്കാരനായി. ഹല്ലേലൂയ. കാര്യം തന്നെ യാഗമർപ്പിക്കാനുള്ള വിറക് ആരുടെ തോളത്താണ് വെച്ച് കെട്ടിയത്? അത് ചുമന്നുകൊണ്ട് മല കയറണമെങ്കിൽ അവന് 18 or 20 വയസ്സുണ്ട്. നേരം 100ാമത്തെ വയസ്സ് ജനിച്ച മകന് 120 വയസ്സുണ്ട് അബ്രഹാമിന്. 2ാമത്തെ ദിവസവും സ്വതം
തോൽവാറൊക്കെ വിരിച്ച് മുട്ടയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പ, എൻ്റെ കർത്താവേ, നീ അറിയാതെ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ, നീ തന്നതാ, നീ എന്നോട് പറഞ്ഞതല്ലേ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സ്വത്രം എൻ്റെ സന്തതി ആകുമെന്ന്, കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലെ എൻ്റെ മക്കളാകുമെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്ക് തരും. തരുത്തില്ലെന്നല്ല, സ്വത്രം അടുത്ത ദിവസം എടുത്തിട്ട് 3-ാമത്തെ ദിവസം ചെന്നപ്പോൾ ഹല്ലേലൂയ, സ്ഥലം കർത്താവ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് 3-ാം ദിവസം മോറിയ മലയിൽ ചെന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്ന് കൈ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. 3-ാമത്തെ ദിവസം ചെന്നപ്പോൾ ഹല്ലേലൂയ, കഴുതയുടെ പുറത്തുനിന്ന് വിറക് മൊത്തം എടുത്ത് ഇസഹാക്കിന്റെ പുറത്തു വെച്ച് കെട്ടി. തീയും കത്തിയും അബ്രഹാം എടുത്തു. ബാല്യക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് അവിടെ ഇരിപ്പീൻ. എന്താ പറഞ്ഞത്? എന്താ? ഒന്ന് വായിച്ചാട്ടോ. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ. നിങ്ങൾ കഴുതയുമായിട്ട് അവിടെ ഇരുന്നോ, ഞാനും മകനും അത്രത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. നിങ്ങൾ എങ്ങോട്ട് വരണ്ട, ആ ആരാധന നിനക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നീ അവിടെ ഇരുന്നോ, ഇന്ന് കത്ര ദിവസം ഇല്ലയോ, അതിന്റെ മുമ്പിൽ ഇരുന്നോ, കഴുതയുടെ ചുറ്റും ഇരുന്നോ. ഞാൻ മുകളിലോട്ട് കയറി ആരാധിച്ചിട്ട് വരാം. ആരാധിക്കുന്ന ദൈവമക്കൾ എത്ര പേരിൻ്റെ അകത്തുണ്ട്? ആരാധിക്കുന്നവനെ അനുഗ്രഹമുള്ളൂ, ആരാധിച്ചവനെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. എന്താ ആദ്യത്തെ ബൈബിളിനകത്ത് സേത്തിന്റെ കൊച്ചുമകൻ ആരാധിച്ച സ്വത്രം ആ കാലത്ത് ഭൂമിയിൽ ഒരു ആരാധന ഉണ്ടായി എന്ന് പറഞ്ഞതിനേക്കാളും സ്വത്രം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, ഞാൻ ആരാധിച്ചിട്ട്, ആദ്യം ആരാധന എന്ന് ആരാധിക്കാൻ പോകുന്ന ഒരു മനുഷ്യനും ആരാധന എന്താണെന്ന് എഴുതിയിരിക്കുന്നത് ബൈബിളിനകത്ത് ആദ്യത്തെ ഭാഗത്ത് 22-ാം അധ്യായത്തിൻ്റെ അകത്താണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മറ്റേത് വായിക്കാഞ്ഞിട്ടല്ല, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ കിടക്കുന്നത് വായിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ റിയൽ ആരാധനയാണ്. ആരാധിച്ചു. അബ്രഹാം പറഞ്ഞു, ഞാൻ ആരാധിച്ചിട്ട് മടങ്ങി വരാം. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് സ്വത്രം എന്തോ സിയോൻ ഗീതാവലിയൊന്നുമല്ല. ആണോ? യേശുദാസാണോ? എസ് ജാനകി വല്ലതും ആണോ? യേശുദാസും എസ് ജാനകിയും ഒക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. ഇതൊന്നും അല്ല ആരാധന. ആരാധന എന്ന് പറയുന്ന ഒരു യാഗമാ, ഒരു ത്യാഗമാ. അനക്കമില്ല. കൈ കൊടുത്തെന്ന് ചോദിച്ചു, ആരാധന എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ആരാധന ഇന്ന് മഴയാണ്, അതുകൊണ്ട് ആരാധനയില്ല. മറ്റേ ഭയങ്കര കൊടും ചൂടാ. ഏപ്രിൽ എന്തോ ചൂടാ ഇത്. ഗൾഫിൽ പോലും ഇത്ര ചൂടില്ല. നിങ്ങളതൊന്നും കേട്ടിട്ടില്ലായിരിക്കും, ഞാനിതൊക്കെ കേട്ടതാ. ഇവിടെ തിങ്കളാഴ്ച ഇത്രയും ചൂടാന്ന് പറഞ്ഞാലും സ്വന്തം തവിക്കണയൊക്കെ എടുത്ത് വെച്ചോണ്ട് വിടുന്ന കാണാം. എന്തിനാ പോകുന്നറിയാം? ജോലിക്ക് പോവുക. കാര്യം ഗൾഫിലെ ചൂടാണേലും എന്തുവാണേലും ചപ്പാത്തി തിന്നണമെങ്കിൽ രാവിലെ ജോലിക്ക് പോയാലേ പറ്റത്തുള്ളൂ. കർത്താവിനെടുക്കയില്ല ഇതെല്ലാം പറയുമ്പോൾ മോൻ ഇഷ്ടം പോലെ പറഞ്ഞു, അതിന് ആർക്കാണ്ട് വല്ല ദണ്ണവുമുണ്ടോ? ആർക്കും ഒരു ദണ്ണവും ഇല്ല. മുമ്പേ പറഞ്ഞു, ഒന്നും കൂടെ പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെന്ത് ചെയ്യും? അത് ഓരോരുത്തരുടെ തീരുമാനമാണ്, അത് അവരവരുടെ തീരുമാനമാണ്. ഞങ്ങൾ കർത്താവിനെ സേവിക്കുക തന്നെ ചെയ്യും. സ്വത്രം ഏത് കാലാവസ്ഥയാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും, എന്ത് വിഷയമാണെങ്കിലും ഞങ്ങൾ ദൈവത്തെ സേവിക്കുക തന്നെ ചെയ്യും. ആരാധനയ്ക്കകത്ത് പാട്ടും സ്വത്രം ഗിത്താറും ഓർഗനും ഒന്നും പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമല്ല. പക്ഷെ അതല്ല ആരാധന. ജീവിതത്തിൻ്റെ അകത്ത് വില മുടക്കി ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നതാണ് ആരാധന. പറയുന്ന വചനം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ട്.
അല്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനോ എന്തെങ്കിലും സ്വത്രം ഹല്ലേലൂയ മുമ്പേ ഞാൻ ആരാണ്ടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, അത് ദൈവം അബ്രഹാമിനെ സ്വത്രം അനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ് ആരാധിക്കാൻ പോയെന്ന്. എന്തൊക്കെ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു, സ്വത്രം അനുഗ്രഹത്തെ കൊടുത്താ ആരാധിച്ചത്, അനുഗ്രഹം മേടിച്ചല്ല ആരാധിച്ചത്, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കിട്ടിയ അനുഗ്രഹത്തെ കൊടുത്താ ആരാധിച്ചത്. ഇസഹാക്കിന് പകരം അബ്രഹാമിനുള്ള സ്വത്ത് മുഴുവനും എഴുതി കൊടുക്കും. കാര്യം അതുപോലെ സ്നേഹിക്കുന്ന ഒരു മകനാണെന്ന് വചനത്തിൻ്റെ അകത്ത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അത് അതുപോലെ തന്നെ ആയിട്ട് തന്നെയാണ് അവൻ സ്നേഹിച്ചിട്ടാണ്. പക്ഷെ ദൈവത്തിന് ചില കാര്യമൊക്കെ ഒന്ന് പരീക്ഷിക്കണം. നിന്റെ മക്കളാണോ, നിന്റെ വണ്ടിയാണോ, നിന്റെ വീടാണോ, നിന്റെ കുടുംബമാണോ നിനക്ക് സ്നേഹം, അതോ കർത്താവിനെ ആരാധിക്കുന്നതിനകത്താണോ നിനക്ക്? അതെയോ പക്ഷേ അത് പണ്ടത്തെ കാലമാണ്. ഏത് കാലമായാലും സൂര്യന് മാറ്റമൊന്നുമില്ല. ഹല്ലേലൂയ. ഇപ്പം പണ്ടത്തെ പഴയ സൂര്യനാന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കമ്പിളി പോസ്റ്റുകൊണ്ട് ഇന്ന് വന്നിട്ടുണ്ടോ? എന്താ കാര്യം എന്തുവാ? സൂര്യന് പഴക്കം കൂടും തോറും എൻ്റെ ചൂട് കുറഞ്ഞു വരുക. ആന്നോ? നിങ്ങൾക്ക് അനക്കമൊന്നുമില്ല. സൂര്യൻ ഇപ്പോൾ 1000 വർഷമായി, അതുകൊണ്ട് ഇപ്പം പഴയ ചൂടൊന്നുമില്ല കേട്ടോ. എടാ, കർത്താവ് സൃഷ്ടിച്ചതിൻ്റെ ചൂടൊന്നും കുറയത്തില്ല. എൻ്റെ കർത്താവിന് ആച്ഛാദനവുമില്ല, വിച്ഛാദനവുമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. അബ്രഹാമിനോട് അന്ന് പറഞ്ഞ കർത്താവ് തന്നെ ഇന്നും നിന്നോട് സംസാരിക്കുന്നത്. എത്ര പേർക്ക് ദൈവവചനം കേൾക്കണം? ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് സ്വത്രം ഒന്ന് ചിന്തിച്ചോണം. സ്വന്തം മകനെ കയ്യും കാലും കെട്ടി സ്വത്രം യാഗപീഠത്തിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് സ്വത്രം കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് ആരാധന. നിനക്ക് വിലയുള്ളതും നിനക്ക് സ്നേഹമുള്ളതും ഒക്കെ മാറ്റി വെച്ചിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ എതിർത്താലും, സാറ എതിർത്താലും ബാല്യക്കാരെതിർത്താലും ആരെതിർത്താലും സ്വത്രം ഞാൻ കർത്താവ് പറഞ്ഞ ആരാധനയ്ക്ക് ഇറങ്ങിത്തിരിക്കും എന്ന് തീരുമാനിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. വില മുടക്കി ആരാധിക്കുക, ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. എപ്പോഴാണ് ആരാധിക്കേണ്ടതെന്നറിയോ? ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയാം. ഏറ്റവും വിഷമസന്ധി ഉള്ളപ്പം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ, എല്ലാ കാര്യവും കലങ്ങി തകർന്നിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അകത്ത് മാനസിക ഭാരത്തിലിരിക്കുമ്പോൾ, വേദനയിലിരിക്കുമ്പോൾ, ഞാൻ പറയുന്ന വല്ലതും കേട്ടോ? ഹല്ലേലൂയ. തകർന്ന് സ്വത്രം പൊളിഞ്ഞിരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കണം. അത് കർത്താവ് അവിടെ ഒപ്പിടും. നിന്റെ പരിശോധന, നിന്റെ പരീക്ഷ നീ ജയിച്ചു. അതിനകത്ത് നിന്നെ ദൈവത്തെ സേവിക്കണം. അല്ലാതെ ലോട്ടറി ടിക്കറ്റ് അടിച്ചു, ജോലി കിട്ടി, വഴികളെല്ലാം തുറന്നു, എല്ലാ വാതിലും തുറന്നു. എടാ, ഏത് ദൈവമില്ലെന്ന് പറഞ്ഞാലും പറയുന്നവന് പോലും ഇതൊക്കെ കിട്ടിയ ആരാധനയ്ക്ക് ഇന്ന് വരും. പക്ഷെ ഒന്നും കിട്ടാതെ ആരാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതിരുന്നിട്ടും ആരാധിക്കുന്നവനുണ്ടോ? നിനക്ക് മാർഗിടുന്നൊരു ദൈവമുണ്ട്, നിനക്ക് മാർഗിടുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ശരിക്കും കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ആരാധന എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നതും സ്വത്രം ദൈവത്തിൻ്റെ സ്നേഹം. ഒരു പാട്ട് പാടുവാണെങ്കിൽ അത് കർത്താവിൻ്റെ സ്നേഹവുമായിട്ട് കണക്ട് ചെയ്ത് വേണം ആരാധിക്കാൻ. പറയുന്ന കാര്യമെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഓർഗനും ഗിത്താറും പാഡും സ്വത്രം ഫ്ലൂട്ടും സ്വത്രം ജാസും എല്ലാം കൂടെ വെച്ച് അടിക്കുമ്പം ഏത് കുതിര വരെ വേണമെങ്കിലും ചാടും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വെറുതെ പറയുകയല്ല, ആരും ചാടും, എവിടെയും ചാടും. പക്ഷേ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ദാവീദ് നൃത്തം ചെയ്തതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറാണെങ്കിൽ പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? 3 ദിവസമായി സ്വത്രം ഇവിടെ ചെന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത സ്ഥലത്തോട്ട് ചെന്നു.
ഹല്ലേലൂയ. ബാല്യക്കാരൊക്കെ പറഞ്ഞു, വെറുതെ പറയുകയല്ല, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നോ. സ്തോത്രം. ആരാധിക്കുന്നവർ ആരാധിക്കും, ബാക്കിയുള്ളവർ കഴുതയുമായിട്ടിരിക്കും. ദൈവവുമായിട്ട് ബന്ധമുള്ളവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഇല്ലാത്തത് കഴുത നോക്കിക്കൊണ്ടിരിക്കും. കഴുത ഇങ്ങനെ തിരിയുന്ന നോക്കും, കഴുത പുകയ്ക്കുന്ന നോക്കും, കർട്ടൻ അങ്ങോട്ട് മാറ്റുന്ന നോക്കും, കർട്ടൻ ഇങ്ങോട്ട് നോക്കുന്ന നോക്കും, ഗിൽറ്റിടുന്നത് കാണും. സ്വത്രം. നിങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതെല്ലാം കഴുത നേരെ തിരിയുന്നോ മറിയുന്നോ നോക്കിയാച്ചാൽ ഇന്ന് കഴുതയുടെ കൂട്ടിരുന്ന് ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഞാൻ നല്ല കാലത്ത് പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പോയിട്ടേ ഇല്ല. അങ്ങനെയൊന്നും വളരെ ചുരുക്കമാണ് പോകുന്നത്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനകത്ത് മുത്തിക്കിടന്നവരല്ലേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അനക്കമൊന്നുമില്ലേ? ഞാൻ ഒരു പ്രാവശ്യം ചെന്നപ്പം കടലാസിൻ്റെ അകത്ത് മെഴുകുതിരി ഉരുകിയതിൻ്റെ കഷ്ണവുമായിട്ട് വന്നിരിക്കുക. ഇവിടെ കഴുതയുടെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്നവർ അവിടെ ഇരുന്ന് ആരാധിക്കും. കർത്താവിനെ ആരാധിക്കാൻ പോകുന്നവർ കർത്താവിനെ ആരാധിക്കും. ഞാൻ അത്രത്തോളം പോയി ആരാധന കഴിച്ചിട്ട് ഞാനും മകനും കൂടെ എന്തു ചെയ്യും? മടങ്ങി വരും. നീ ആരാധനയ്ക്ക് ഇറങ്ങിയതിനകത്തൊന്നും കുറയത്തില്ല. നീ ആരാധനയ്ക്ക് ഇറങ്ങി എല്ലാം പോയേ, എൻ്റെ ജീവിതം നശിച്ച്, എൻ്റെ തലമുറ പോയേ, എൻ്റെ കുടുംബം നഷ്ടപ്പെട്ട് നീ സത്യമായിട്ടും ആരാധനയ്ക്ക് ഇറങ്ങിയതാണെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടത്തില്ല. മകനെ ഹോമയാഗം അർപ്പിക്കാനല്ല പോകുന്നത്. അന്നേരം അബ്രഹാം പറയേണ്ട കാര്യമുണ്ടോ? ഞാനും മകനും അത്രത്തോളം പോയിട്ട് ആരാധന കഴിച്ചിട്ട് എന്തു ചെയ്യാം? മടങ്ങി വരാം. അന്നേരം അബ്രഹാമിൻ്റെ ഉള്ളിലെ വിശ്വാസം എന്തുവാ? ഞാൻ ആരാധിക്കാൻ പോയിട്ട് എൻ്റെ ഭർത്താവും പോയി, എൻ്റെ ഭാര്യയും പോയി, എൻ്റെ മക്കളും പോയി, എൻ്റെ കുടുംബം പോയി, എല്ലാം പോയി. ഹല്ലേലൂയ എന്ന് പറയാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്കൊരു നഷ്ടവും ഉണ്ടാകത്തില്ല. പക്ഷെ ആരാധിക്കുന്നവരായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആരുടെയെങ്കിലും തലമുറ പിന്മാറ്റത്തിലാണോ? ഭർത്താവ് പിന്മാറ്റത്തിലാണോ? ഭാര്യ പിന്മാറ്റത്തിലാണോ? കുടുംബത്തിനകത്ത് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ഞാൻ ഉറപ്പ് പറയാം. നീ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണോ? നിനക്കതിനകത്ത് ഒരു കുറവും ദൈവം വരുത്തത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോവുക. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ആര് പറഞ്ഞത്? ദാവീദ് പറഞ്ഞതാ. സങ്കീർത്തനം 37 അകത്ത്. ഞാൻ വയോധികനായി, ഞാൻ ചെറുപ്പക്കാരനായിരുന്നു, നല്ല യോദ്ധാവായിരുന്നു, ഒരുപാട് ജീവിത അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ കാട്ടിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നതാ. ഞാനിപ്പം വയോധികനായി. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ അകത്ത് തുടക്കം മുതൽ അവസാനം വെച്ച് ഞാൻ കാണാത്തൊരു കാര്യമുണ്ട്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പവിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല, നീയും കാണത്തില്ല. പറയുന്ന ദൂതുമെല്ലാം മനസ്സിലായോ? ശരിക്ക് സന്തോഷമുണ്ടെങ്കിൽ കരങ്ങളടിച്ച് അഭിഷേകത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ചുമ്മാ വാക്യം മാത്രം പറയരുത്. കിട്ടിയെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. 17, 18 വയസ്സ് മുതലേ സ്തോത്രം എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാം. കാട്ടിൽ കിടന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചവനാ. ഞാൻ ബാലനായിരുന്നു, ഇപ്പം നല്ല പ്രായത്തിൻ്റെ അകത്ത് വൃദ്ധനായി. ഈ എൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ അകത്ത് എൻ്റെ കണ്ണുകൊണ്ട് കാണാത്തൊരു കാര്യമാണ് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും ഒരു സഹായമില്ലാതിരിക്കുന്നതും ഒരു സഹായി ഇല്ലാതിരിക്കുന്നതും.
അവൻ തപ്പിത്തടയുന്നതും അവന്റെ സന്തതി അപ്പത്തിന് തെണ്ടുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഗുണമൊക്കെ ചിന്തിച്ചോണം. നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ കഴിവുള്ളവനാ ഇന്ന് നമ്മുടെ കർത്താവെന്ന് നീ മനസ്സിലാക്കിക്കോണം. അഭിഷേകം പകരട്ടെ, അഭിഷേകം, ദൈവശക്തി ജനത്തിലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിറകെടുത്ത് ബാലന്റെ മുകളിൽ, ഇസഹാക്കിന്റെ മുകളിൽ വെച്ച് കെട്ടി. കത്തിയും തീയും അബ്രഹാമിന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് മല കയറുക, മല മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഈ മോറിയ മല മുകളിലോട്ട് കയറുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇതുപോലെ മല കയറിയത് ഒരു പുത്രനുണ്ട്. ആ പുത്രന്റെ പേര് യേശു. തന്നെ ക്രൂശീകരിക്കാനുള്ള ക്രൂശുമായിട്ട് താൻ ഗോൽഗോഥ മലയിലോട്ട് കയറുമ്പോൾ അതിനു മുമ്പേ ഒരു നിഴൽ. സ്തോത്രം. ഇതാ ഇസഹാക്ക് തന്നെ യാഗമർപ്പിക്കാനുള്ള വിറക് മുഴുവനും ചുമന്നുകൊണ്ട് താൻ മുകളിലോട്ട് കയറുക. ഇത് ക്രൂശിന്റെ ഒരു നിഴലാ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പൂർണ്ണ സമ്മതത്തോടെ, അപ്പന്റെ സമ്മതത്തോടെ മകനെ കയറ്റുക. സ്തോത്രം. മുകളിലോട്ട് കയറുമ്പോൾ മകനൊരു ചോദ്യം ചോദിച്ചു. അപ്പ, വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? ആരാധിക്കുന്ന വീട്ടിലുള്ള ചെറുക്കനായതുകൊണ്ട് യാഗത്തിന് എന്തൊക്കെ വേണമെന്ന് നന്നായിട്ട് അറിയാം. അവൻ ചോദിച്ചു, നീ യാഗമൃഗം എന്തിയേ? ഞാനിവിടെ യാഗമൃഗത്തെ കാണുന്നില്ല. സ്വന്തം വിശ്വാസത്തോടെയും പ്രവചന രീതിയിലും അബ്രഹാം മറുപടി പറഞ്ഞു. മകനെ, ഹോമയാഗത്തിന് ദൈവം ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ഇതാ കരുതൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, നീ ഭാരപ്പെടണ്ട, ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതും. ഹല്ലേലൂയ. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അബ്രഹാം പറഞ്ഞേ ആട്ടിൻകുട്ടി എന്നാ പറഞ്ഞത്. പക്ഷെ കർത്താവ് കരുതിയപ്പം ആട്ടുകൊറ്റനെ കരുതി. നീ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ചെയ്യുന്ന ഒരു ദൈവത്തെയാ ഞാനും നീയും സേവിക്കുന്നത്. ആട്ടിൻകുട്ടിയല്ല കരുതിയത്, ആട്ടുകൊറ്റനെ കരുതി. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ എന്ത് ചെയ്യും? കരുതും. അവിടെയാണ് കരുതും എന്നുള്ള പേര് വന്ന. യഹോവ ഈരേ, യഹോവ കരുതുന്ന ദൈവം. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് വെറുതെയൊന്നുമല്ല. ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. ഹല്ലേലൂയ. അവന് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും, നിന്റെ തലമുറയുടെ തലമുറയ്ക്ക് വേണ്ടി കരുതും. കരുതുന്ന ഒരു ദൈവത്തെയാണ് നാം കരമടിച്ച ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും സകലം. എത്ര പേർക്ക് ദൈവവചനം മനസ്സിലാകുന്നുണ്ട്? ബൈബിളിൻ്റെ അകത്ത് ആകത്തുക എവിടെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. യോസേഫ് പറഞ്ഞു, സ്തോത്രം, എന്നെ ഇങ്ങോട്ട് നേരത്തെ അയച്ചത് ദൈവത്തിൻ്റെ കരുതലാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ 17-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, നിങ്ങൾക്ക് മുമ്പേ ക്ഷാമം വരുമെന്നും പ്രശ്നങ്ങൾ വരുമെന്നും ദേശം മുഴുവനും ക്ഷാമമാകുമെന്നും നിങ്ങളുടെ പ്രാണന് ഹാനി വരാതിരിക്കാൻ, നിങ്ങളുടെ ജീവനൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് മുമ്പേ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്താ കാര്യം? എന്താ? ദൈവത്തിന് അറിയാം, സ്തോത്രം, ഇന്ന വർഷം ഇതുപോലൊരു ക്ഷാമം വരുമെന്ന്. അപ്പോഴത്തേക്ക് സ്തോത്രം യോസേഫിനെ മിസ്രൈമിലേക്ക് അയച്ചുവെന്ന് താൻ വിശ്വസിച്ച് പറയുന്ന ദൂതുവെല്ലാം മനസ്സിലാവും. ഒന്ന് വായിച്ചാട്ട്, വേഗത്തിൽ വായിച്ചാട്ട്. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇന്ന പോലെ ക്ഷാമം വരുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അതുകൊണ്ട് മുൻകൂട്ടി സ്തോത്രം ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. നിന്റെ മൂത്ത മകന് വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ കരുതലാണ് കേട്ടോ.
നിന്റെ മകൾക്ക് ദൈവത്തിൻ്റെ വാതിൽ തുറക്കുന്നത് ദൈവം നിന്റെ ഭവനം പിടിച്ചു നിർത്തുവാൻ. നീ രോഗിയാകുമ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. കർത്താവ് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. കർത്താവ് കരുതാതെ ഒന്നും നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ശരിക്കും ആത്മാവിൽ ആരാധിച്ചാണ്. എത്രാമത്തെ വാക്യമായിരുന്നു വായിച്ച? 45-ന്റെ. ഹല്ലേലൂയ. 17 18 സ്തോത്രം. 6 അല്ല 7 വാക്യം വായിച്ചാണ്. 45:7. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും തലമുറയൊക്കെ സ്തോത്രം നിലനിൽക്കേണ്ടതിന് വായിച്ചാട്ടോ. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ കൈ കൊടുത്ത് പറഞ്ഞേ കരുതുന്നവനാന്ന് പറഞ്ഞു. അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതാ? കരുതുന്നവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. മരുഭൂമിയിൽ കിടന്ന് ഭാരപ്പെട്ട് കഴിക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മന്ന പൊഴിച്ചു കൊടുത്ത കരുതുന്നൊരു ദൈവം നമുക്കുണ്ട്. ദാഹിച്ചു വരേണ്ട സമയത്ത് മാറയെ മധുരമാക്കി കൊടുത്തു. ശൂർ മരുഭൂമിയിൽ മാറ മധുരമാക്കി കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ പാറയെ പിളർന്ന് വെള്ളമൊഴുക്കി കൊടുത്തു. ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? പാറയ്ക്കകത്ത് വെള്ളമിരിപ്പുണ്ടെന്ന്. ലക്ഷക്കണക്കിന് ജനത്തിന് കുടിക്കാനുള്ള വെള്ളം പാറയ്ക്കകത്ത് ആരും കാണാതെ ദൈവം ഒതുക്കി വെച്ചു. അവനെ പോലെ കരുതുന്ന ദൈവം വേറെ ഉണ്ടോ? ഇന്ന് വരെ ആകാശത്ത് മേഘത്തിൽ വെള്ളമുണ്ട്. ഏലീശ പ്രാർത്ഥിച്ചപ്പം കിഴക്കൂന്ന് സ്തോത്രം ഏതോം വഴിയായി വെള്ളം ഒഴുകി വന്നു. എവിടെയോ മഴ പെയ്തപ്പം താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. സമുദ്രത്തിൽ വെള്ളമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഭൂഗർഭ ഭാഗത്തുനിന്ന് ലേഹിയിൽ സ്തോത്രം ശിംശം പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം അടങ്ങി പൊങ്ങി വന്നു. അതൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും കാണാൻ വയ്യാത്ത തീ പാറുന്ന പാറയ്ക്കകത്ത്, ഒരു ഗുണവുമില്ലെന്ന് പറഞ്ഞ പാറയ്ക്കകത്ത്, അതിൻ്റെ അകത്ത് ഇസ്രായേൽ മക്കൾ വരുമ്പോൾ അതിനുവേണ്ടി വെള്ളം കരുതി വെച്ച ഒരു അപ്പനുണ്ട്. ആ അപ്പൻ നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും കരുതുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. നീ എന്തിനാ വിചാരപ്പെടുന്നേ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? പക്ഷികളെ നോക്കിയിട്ട് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പനയിൽ കൂട്ടിവെക്കുന്നുമില്ല. പക്ഷെ അതിനെല്ലാം പോറ്റി പുലർത്തുന്ന നിന്റെ അപ്പനുണ്ടല്ലോ, നിന്റെ പിതാവുണ്ടല്ലോ. നിന്റെ കുടുംബത്തെ പോറ്റി പുലർത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. കൈയുയർത്തി പറഞ്ഞോണ്ട് യഹോവ ഈരേ, യഹോവ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം. എന്നെ സംബന്ധിച്ചോളം ദൈവവചനമൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ ബലപ്പെടുത്തുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം സ്തോത്രം ഇതിൻ്റെ അകത്ത് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവവചനം പറഞ്ഞ വേറെ വലിയ ഡ്യൂട്ടിയൊന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല. വേറെ കാണാൻ പറ്റുന്ന വേറെ കാര്യങ്ങളൊന്നും കർത്താവ് എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ എന്താഗ്രഹിച്ച് ഇവിടെ വന്നു അതുകൊണ്ട് നിറയ്ക്കാൻ എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ട്. അതിനൊരു ഉപകരണമായി ഞാൻ നിൽക്കുന്നല്ലാതെ അഭിഷേകത്തിൻ്റെ ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി, അഭിഷേകത്തിൻ്റെ പാറയെ പിളർന്ന് വെള്ളം ഒഴുകി തന്നു. ഏലിയാവ് കെരീത് തോട്ടിലിരുന്നപ്പോൾ സ്തോത്രം ആ വെള്ളവും കുടിച്ച് കാക്ക എപ്പോഴൊക്കെ ആഹാരം കൊണ്ടുവരും, രാവിലെയും വൈകുന്നേരവും ആഹാരം കൊണ്ട് കൊടുക്കും. അത് കഴിച്ചു. അതിൻ്റെ കെരീത് തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സാറാഫാത്തിൽ പോയി. അവിടെ വിധവയുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്തോത്രം കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണയും എന്ത് ചെയ്തിട്ടില്ല, സ്തോത്രം കുറവ് വന്നില്ല. എന്താ കാര്യം? എന്താ? കരുതുന്നവനാ. നീ ഒരാളെ ഉള്ളെങ്കിലും നിനക്ക് വേണ്ടി കരുതും. നീ ഒരു രാജ്യമായി ഇസ്രായേലിനെ പോലെ ലക്ഷങ്ങളുണ്ടെങ്കിൽ അവന് വേണ്ടി ദൈവം കരുതും. പറയുന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരത്തോട് ഇവിടെ ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ അകത്ത് 29 വാക്യം കൊണ്ടാന്ന് തോന്നുന്നു, ഒരു കാശിന് 2 കുരിയിലിനെ കിട്ടും. ഒരു കാശിന് എന്ത് ചെയ്യും? 2 കുരിയിലിനെ കിട്ടും. അതോ 2 കാശിന് 4 കുരിയിലിനെ കിട്ടുമെന്നാണ്? കുറിച്ച് പറ. എന്തോ നിങ്ങളെന്തോ ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തോ ഒരു കാശ് കൊടുത്താൽ 2 കുരിയിലിനെ എന്ത് ചെയ്യും? കിട്ടും. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ പ്രായം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് വരെ ഏതെങ്കിലും ഒരു പക്ഷി താഴെ വീണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ജീവി വല്ലതും കൊത്തി അവിടെ എങ്ങാനും കൊണ്ട് ഇട്ടെങ്കിൽ വല്ലതേ ഉള്ളൂ. അങ്ങനെ ജീവിതത്തിൽ വളരെ 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 ചുരുക്കമേ ഉണ്ടോ ഏതെങ്കിലും ഒരു പക്ഷി താഴെ വീണ് കിടക്കുന്ന കണ്ടുണ്ടോ? ഉണ്ടോ? പക്ഷേ എത്ര എണ്ണം ഇവിടെ തെന്നി വീണ് കിടക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഒരെണ്ണം പോലും, കിളി പോലിരിക്കുന്നതാണെങ്കിൽ പോലും ഒരെണ്ണം പോലും സ്വന്തം കാല് തെന്നി വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇതിനെല്ലാം പരിപാലിക്കാൻ എൻ്റെ തമ്പുരാൻ അറിയാമെങ്കിൽ അവൾ നല്ല പൊക്കത്തിൽ കയറിയിരിക്കുന്നു. തെന്നി വീണാൽ ശരിക്കും ഓർക്കാപ്പുറത്തെങ്ങാനും വീണ ഉറങ്ങുന്ന സമയത്തെങ്ങാനും വീണ താഴെ വീഴത്തില്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ കൈ ഉയർത്തിയൊന്ന് സ്വോത്രം പറഞ്ഞോട്ടെ. ഒരെണ്ണം പോലും കാല് തെറ്റിയിട്ടില്ല. ഒരു കാക്കയോ ഒരു കുരിയിലോ ഇരുന്നിട്ട് അരിക്ക് എത്ര രൂപയായിപ്പം? 10 രൂപ കൂടിയും. റേഷൻ കടയിൽ എത്ര രൂപയാണ്? റേഷൻ കടയിൽ എന്തോ ഇപ്പം ഫ്രീ ആയിട്ട് വല്ലതും ഇവിടെ കിട്ടും. സ്വന്തം കിറ്റ് വല്ലതും കൊടുക്കേണ്ട സമയം വല്ലതും ആയോ? ഇത് വല്ല ഏതെങ്കിലും പക്ഷികൾ വല്ലതും തിരക്കുമോ? അത് വിതയ്ക്കുന്നില്ല, ഒയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ഇതിൻ്റെ വിലയൊന്നും അതിനറിയത്തില്ല. പക്ഷേ അതിനെ പോറ്റി പുലർത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പത്രത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ ലവ്ലി എന്ന് പറയും, വേണ്ട ഡീസലിന് വില കൂടി, പെട്രോളിനൊക്കെ വില കൂടി കേട്ടോ. ഞാൻ ചിന്തിക്കും, കൂടിയാലെന്തോ കുറഞ്ഞാലെന്തോ. സർക്കാരിന് പോയി. എന്നെ നടത്തുന്നത് സ്വർഗത്തിലെ സർക്കാരാണ്. ഹല്ലേലൂയ, ആമീൻ. പറയുന്ന ദൂതുവെല്ലാം കേൾക്കുന്നുണ്ടോ? നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുക, നിന്റെ തലയിലെ മുടി വരെ എണ്ണപ്പെട്ടിരിക്കുക. ഞാൻ ആദ്യമൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കത്തില്ല. ബൈബിളിനകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എഴുതിയിരിക്കുന്നേ. സ്വത്രം നിങ്ങളുടെ മക്കളുടെ തലയിൽ സ്വത്രം എത്ര മുടിയുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ കർത്താവിന് കൃത്യം അറിയാവുന്നതുകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നേ. നിന്റെ തലയിലെ സ്വത്രം മുടി വരെ കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. പറയുന്നവല്ല മനസ്സിലാകുന്നുണ്ട്. ഇത് ചുമ്മാതെ ഭംഗിവാക്കല്ല. എൻ്റെ കർത്താവിന് അറിയാമെന്ന്. അറിയാം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടോ. കാശിന് 2 കുരികളിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. തലയിലെ മുടി എണ്ണപ്പെട്ടിരിക്കുന്നെന്ന് ബൈബിളിന്റെ അകത്ത് പറഞ്ഞാൽ സ്വത്രം നീ അതങ്ങ് തട്ടിക്കളയാതെ നീ ശരിക്കൊന്ന് വിശ്വസിച്ച്, എൻ്റെ തലയിലെ മുടി സ്വർഗം എണ്ണിയിരിക്കുന്നെന്ന് ഒരു പൊട്ടനെ പോലൊന്ന് വിശ്വസിക്കാവോ? പിന്നാണോ നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യം ഇന്ന് കർത്താവിന് അറിയത്തില്ലെന്ന് തോന്നുന്നത്? ഏതാണ്ട് എന്നും കർത്താവിന് അറിയാൻ വയ്യാത്തതുപോലെ നീ ഭാവിക്കരുത്. നിന്റെ അകമുതലും സ്വത്രം പുറം വരെ സകലതും അറിയാവുന്ന ഒരു തമ്പുരാന്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. കരമടിച്ച് ശക്തിയോടെ ആത്മാവ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ? ഒന്ന് ഫ്രീ ആയിട്ട് ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന്. നിങ്ങൾ കരുതി ക്ഷീണിച്ചില്ലേ? നിന്റെ ഭാവി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി നീയല്ല കരുതുന്നത്, സ്വർഗത്തിലെ ദൈവം കരുതുന്നത്. അതിനു വേണ്ട വഴിയാ ദൈവം നിനക്ക് തുറന്നു തരുന്നത്. അതിനു വേണ്ട വാതില തമ്പുരാൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വചനം? ശരിക്ക് കരമടിച്ച് ആത്മാവിൽ ദൈവത്തിന് ശരിക്കും ആരാധിച്ചാണ്. ആത്മാവിൽ ആരാധിച്ചാണ്.
ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലു ഹൃദയത്തിൻ്റെ അകത്തും സ്വത്രം ഭയന്ന് കിടക്കുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ഉറങ്ങാതെ കിടക്കുന്നതും എല്ലാം അവൻ്റെ മേലെ കിട്ടും. ഹല്ലേലൂയ. ഇന്നത്തെ വചനത്തിന് മുമ്പിൽ നീ ഒരുപാട് ഫ്രീ ആകാം. ഇനിയും ഭാരം ചുമന്നുകൊണ്ട് പോയാൽ എൻ്റെ കുറ്റമല്ല. കർത്താവ് പറഞ്ഞില്ലേ നീ അവൻ കരുതാവെന്ന്. അവൻ നിന്നെ കബളിപ്പിക്കാൻ പറയുമോ? അവൻ പറഞ്ഞതല്ലേ. അത് വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാ? അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളി. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം ഹല്ലേലൂയ ആരാധനയ്ക്ക് അവിടെ ചെന്ന് ആദ്യം കല്ലൊക്കെ ശരിക്കും അടുക്കി. സ്വത്രം. ഇസഹാക്കും ചെന്ന് കല്ലൊക്കെ ശരിക്ക് ചെന്ന് അടുക്കി, വിറകെല്ലാം അവൻ്റെ മേലിൽ നിന്ന് അഴിച്ചിട്ട് എല്ലാം സ്വത്രം വൃത്തിയായിട്ട് അടുക്കി ചില മണിക്കൂറില്ലാതൊന്നും സ്വത്രം ആ സ്ഥലമൊക്കെ വൃത്തിയാക്കി അവിടെ കല്ലുമൊക്കെ അടുക്കി. അവിടെ ചെന്ന് തീ കൊണ്ടുപോവുക കേട്ടോ. അവിടെ ചെന്ന് 2 കല്ലുരച്ച് തീ കൊണ്ട് കത്തിക്കുകയല്ല. ഇത് കെടാത്ത തീയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ഇറങ്ങിയ തീയ കെടാതെ അബ്രഹാം സൂക്ഷിച്ചു വച്ചിരിക്കുക. കാര്യം തീ ഇറങ്ങണമല്ലോ. അബ്രഹാം യാഗം നടത്തുമ്പോൾ സ്വർഗം തുറന്ന് തീ ഇറങ്ങും. ആ സ്ഥലത്ത് എത്ര പ്രാവശ്യം തീ ഇറങ്ങിയെന്നറിയോ? ഈ മോറിയ മലയിൽ തന്നെ എത്ര പ്രാവശ്യം. ദാവീദ് ആരാധിച്ചപ്പോൾ, ഒർണാൻ്റെ കളം മേടിച്ച് അവിടെ ആരാധിച്ചപ്പം തീ ഇറങ്ങി. ആ സ്ഥലത്ത് തന്നെ ആലയം പണിതപ്പം ശലോമോൻ പ്രാർത്ഥിച്ചപ്പം തീ ഇറങ്ങി. ഇത് അപ്പനിറക്കിയ മോന് പിറക്കും, മോന് തലമുറയായിട്ട് യാഗപീഠത്തിൽ തീ ഇറങ്ങി. മോറിയമലയിൽ ചെന്നു, യാഗപീഠമൊക്കെ ഉണ്ടാക്കി, വിറകൊക്കെ അടുക്കി. അതൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ. ഇപ്പോഴും ഇസഹാക്കിന് സംശയം, എന്തി യാഗമൃഗം എന്തിയെ? അപ്പം കള്ളം പറയത്തില്ലല്ലോ. ഒരാട്ടിൻകുട്ടിയെ കരുതുമെന്നല്ലേ പറഞ്ഞത്? എന്തിയെ കരുതിയിട്ടില്ലല്ലോ, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം 10-20 വയസ്സുള്ള ഒരു കൊച്ചനല്ലേ, അപ്പന് 120 വയസ്സ് കാണും. 100ാമത്തെ വയസ്സിലല്ലേ മകൻ ജനിച്ചത്. സ്തോത്രം. കൈ നീട്ടാൻ വരുന്നതിന് പകരം കൈ നീട്ടി ഒന്ന് കൊടുത്തായിരുന്നെങ്കിൽ അബ്രഹാം അവിടെ വീണേനെ. പക്ഷേ ആരോഗ്യമല്ല ഇവിടെ വിഷയം, അനുസരണം അവിടെ വിഷയം. ഹല്ലേലൂയ. തലമുറയൊക്കെ ജനിക്കുമ്പോൾ ദൈവം ഇതുപോലത്തെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കൊക്കെ സ്തോത്രം ഭാവി ഒരുക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് മഹത്വം ഒരുക്കുന്നു. അവനെ കെട്ടി, അബ്രഹാം കെട്ടി. കൈയായിരിക്കാം കെട്ടിയത്, കാലായിരിക്കാം, അത് ശരീരം മൊത്തത്തോടെ കെട്ടിയതായിരിക്കും. കെട്ടിയേച്ച് അവനെ പൊക്കിയെടുത്തൊന്നും സ്തോത്രം ആ യാഗത്തിലോട്ട് കൊണ്ടൊന്ന് കിടത്താനൊന്നും പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു കാണും, മോനെ ഇങ്ങോട്ടങ്ങ് കിടന്നോളാൻ. അവനവിടെ ഇരുന്നേച്ച് അങ്ങോട്ട് പെതുക്കനെ കിടന്നു. കാര്യം ഇത്രയും വയോധികനായ മനുഷ്യന് സ്തോത്രം ഇത്രയും ആരോഗ്യമുള്ളൊരു ചെറുക്കനെ പൊക്കിയെടുത്ത് കിടത്താൻ പറ്റുമോ? മോനെ കിടക്കാൻ പറഞ്ഞപ്പം കിടന്നു, കൈ നീട്ടാൻ പറഞ്ഞപ്പം കൈ നീട്ടി. സ്തോത്രം. ഇത് തന്നെ ക്രൂശി കാണിച്ചത്. ഹല്ലേലൂയ. ആണി അടിക്കാൻ വിളിച്ചപ്പം സ്വത്രം കൈ വലിച്ചില്ല. ഇങ്ങനെ സ്വത്രം നമ്മളൊരു സൂചി കൊണ്ട് വന്നാൽ 10 പ്രാവശ്യം വലിക്കുമല്ലോ. അടിച്ചോ? അപ്പൻ ഏൽപ്പിച്ചതാ, അപ്പം തന്നതാ. ഈ പാനപാത്രം കഴിയുമെങ്കിലൊന്ന് മാറ്റ്. ഇല്ല, നീ ഇത് കുടിച്ചേ പറ്റൂ. എങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ മതിയെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തതാ. ക്രൂശിൽ വേണ്ട, അടിച്ചോ. അപ്പൻ അനുസരണയുള്ള മകനായി തീർന്നു. അതുകൊണ്ടാണ് സ്തോത്രം ഫിലിപ്പിയർക്ക് എഴുതിയ സ്തോത്രം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യനായി വിളങ്ങി, ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. നീ ഏൽപ്പിച്ചു കൊടുക്കുന്നു, എത്ര അനുസരണയോടെ ഏൽപ്പിക്കുന്നു അത്രയും ഉയർത്തുന്ന ഒരു ദൈവം ഇതിൻ്റെ അകത്തുണ്ട്. പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. കയ്യും കാണിച്ചു കൊടുത്തു, കിടന്നും കൊടുത്തു. ഹല്ലേലൂയ. അപ്പൻ്റെ കൈയൊക്കെ വിറച്ച് കാണും. കത്തിയൊക്കെ കൊണ്ടുവന്നതാണ്. ആ കത്തിയൊക്കെ എടുത്ത് സ്തോത്രം. ഇപ്പം വേണമെങ്കിൽ കർത്താവിന് പറയായിരുന്നു, അബ്രഹാമെ മനസ്സിലായി, നീ യാഗം നടത്തുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സ്വർഗം മിണ്ടിയില്ല. 1ാമത്തെ ദിവസം മിണ്ടിയോ? യാഗത്തിന് വേണ്ടി ഇറങ്ങിയപ്പം വേണമെങ്കിൽ പറയാമായിരുന്നു, നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം, നീ തിരിച്ചു പോയിക്കോ.
രണ്ടാമത്തെ ദിവസം മിണ്ടിയില്ല, മൂന്നാമത്തെ ദിവസം മിണ്ടിയില്ല. കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് യാഗപീഠം ഉണ്ടാക്കിയപ്പോഴും കർത്താവ് മിണ്ടിയില്ല. കയ്യും കാലും കെട്ടി ഇസഹാക്കിനെ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴും കർത്താവ് മിണ്ടിയില്ല. വെയിറ്റ് ചെയ്യുക, പരീക്ഷ തീർന്നില്ല. ഇപ്പോഴൊന്നും പരീക്ഷ തീർന്നിട്ടില്ല. കൈ കൊടുത്ത് പറഞ്ഞേ, ചില പരീക്ഷകളൊന്നും തീർന്നിട്ടില്ല. ചില പരീക്ഷയൊന്നും കത്തിയെടുത്തപ്പം മനസ്സിലായി ഇവൻ ആരാധിച്ചിട്ടേ പോകത്തുള്ളൂ. ഇവൻ വെറുതെ വന്നതല്ല, ഹല്ലേലൂയ, ഡ്രാമ കാണിക്കാൻ വന്നതല്ല, അഭിനയിക്കാൻ വന്നതല്ല, ഇവൻ ആരാധിക്കാൻ തന്നെ ഇറങ്ങിയതാ. എത്ര പേര് സത്യാരാധനകർ ഇതിനകത്തിരിപ്പുണ്ടോ? ആത്മാവിന് സാധ്യത ഉണ്ടെങ്കിൽ ശരിക്കും കൈ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താണ്. സത്യാരാധന. വിടുതൽ കിട്ടിയാലും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ വിട്ട് യാതൊരു ഇതിന് മുമ്പിൽ ഞങ്ങൾ വീഴത്തില്ല. ഇതാ ബൈബിള്. ഞാനൊന്ന് ചോദിക്കട്ടെ, അതാരാ പറഞ്ഞത്? ഞങ്ങളെ വിടുവിച്ചാലും ഉണ്ടായിരുന്നേ? ആരാ പറഞ്ഞു തരാം? ചന്ദ്രക്കും മേശക്ക് അബോധനോ? ഞങ്ങൾക്ക് വിടുതലൊന്നുമല്ല വിഷയം. ഞങ്ങളെ വിടുവിക്കുകയോ വിടുവിക്കാതിരിക്കുകയോ അല്ല, ഞങ്ങൾ ഇതിനു മുമ്പിൽ വീഴുന്ന എത്ര പേർക്ക് വചനം മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഇങ്ങനെയുള്ളവനെ ദൈവം അനുഗ്രഹിക്കുന്നത്. നിന്നെ ഓടിച്ചിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കും. ഇങ്ങനെ കളറൊന്നും കൊണ്ടുവരില്ലേ കേട്ടോ, എന്നാൽ വീഡിയോയൊക്കെ ഉണ്ട്. നമ്മൾ അല്ല, ഞാൻ പറയാ, പാസ്റ്റർ ഇച്ചിരി അടിച്ച് വിറ്റായിട്ടാ ഇതൊക്കെ പ്രസംഗിക്കുന്നത്. ഇങ്ങനത്തെ കളർ എന്തോ പറയണമെന്ന് നോക്കിയിരിക്കുക. ഹല്ലേലൂയ. ഇടയ്ക്ക് വിസ്കിയൊക്കെ അടിച്ചിട്ട് കിടന്ന് കയറുന്നത് അല്ല, ചിലപ്പം ശബ്ദമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അലറിയ നീളയൊക്കെ ചെയ്യുമ്പോൾ ഏതോ അല്ല പറഞ്ഞ ലഹരിയൊക്കെ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ലഹരി ഉണ്ട്, ആത്മാവിൻ്റെ ലഹരി ഉണ്ട്. ഹല്ലേലൂയ. കത്തി അങ്ങോട്ട് പൊക്കിയപ്പം സ്വർഗം ഇറങ്ങി, സ്വർഗം ചലിച്ചു. ബ്രഹാമേ, ബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ലാസ്റ്റ് സെക്കൻഡ്, 2 സെക്കൻഡ്, 1, 2 വീഴുമെന്നറിയാം. അതുകൊണ്ട് എബ്രായിക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് സ്തോത്രം അബ്രഹാമിനെ കുറിച്ച് 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പം പറയുന്നത്, അബ്രഹാം വിശ്വാസത്തോടെ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു, കൊടുത്തു കഴിഞ്ഞു. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. സ്തോത്രം, ചെറുക്കൻ്റെ മേൽ തൊട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അതിൻ്റെ കാരണം എന്താ അറിയോ? ആ മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസം ഇരിപ്പുണ്ട്. തലമുറ ഇല്ലാതിരുന്നപ്പം ആകാശത്തേക്ക് നോക്കി നക്ഷത്രത്തെ 1, 2, 3, 4 എന്ന് എണ്ണി ഒരു പൊട്ടനാ മനുഷ്യൻ. ദൈവം പറഞ്ഞു, നിന്റെ വിശ്വാസം ഞാൻ നീതിയായി കണക്കിടും. അങ്ങനെ വിശ്വസിച്ച മനുഷ്യനാണ് അബ്രഹാം. സ്തോത്രം. അത് മാത്രമല്ല വിശ്വസിച്ചത്, എൻ്റെ ദൈവത്തിന് മരിച്ചവരുടെ ഇടയിൽ നിന്നും വീണ്ടും ഉയർപ്പിക്കാൻ ശക്തിയുള്ളവനെന്ന് അബ്രഹാം വിശ്വസിച്ചു. റിസറക്ഷൻ പവർ, പുനരുദ്ധാനത്തിന്റെ ശക്തി എൻ്റെ ദൈവത്തിനുണ്ട്. എത്ര മരിച്ചും മണ്ണടിഞ്ഞു പോയാലും നിന്നെ മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചൊരു മനുഷ്യനാണ് അബ്രഹാം. വല്ലം പറയുന്ന ദൂത് വല്ലം മനസ്സിലാകുന്നുണ്ടോ? എബ്രായർ 11, 17, 18, 19 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചുകൊണ്ട് വന്നതുപോലെ ഇസ്ഹാക്കിനെ കൊണ്ട് മടങ്ങി
സ്വതന്ത്രം വീട്ടിലോട്ട് പോയത്. അതുകൊണ്ട് വിശ്വാസം പറയുന്നതൊക്കെ നടക്കുമെന്നേ. ഞങ്ങൾ അത്രത്തോളം പോയി ആരാധിച്ചിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, വെറുതെ വരത്തില്ല, ഇരട്ടി അനുഗ്രഹവുമായി മടങ്ങി വരും. ഈ മോറിയാമല എന്ന് പറയുന്നത് എവിടെയാണ്? ദാവീദ് യാഗം നടത്തി ഒർണാൻ്റെ കളം എന്ന് പറയും. അവിടെ 3 ദിവസം മഹാമാരി വന്നപ്പോൾ വാളൂരി പിടിച്ച് ദൂതം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് വല്യപ്പൻ ആരാധിച്ച് അതേ സ്പോട്ടിൽ കയറി ആരാധിച്ചപ്പം ദൂതം വാളും കൊണ്ട് നിന്ന് ആയിരങ്ങൾ പടഞ്ഞു നിന്നപ്പം സ്വതന്ത്രം വന്ന് ആരാധിക്കാൻ കണ്ടൊരു സ്ഥലമേ, അബ്രഹാം സ്വന്തം മകനെ കൊടുത്ത് ആരാധിച്ച സ്ഥലത്ത് സ്വതന്ത്രം തൻ്റെ കൊച്ചുമകൻ കയറി ദാവീദ്. സ്വതന്ത്രം പുതിയ നിയമം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ മകൻ ദാവീദ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ മകൻ അവിടെ കയറി യാഗം നടത്തിയപ്പം ദൂതൻ്റെ കൈ വിറച്ചു. സ്വന്തം അപ്പൻ്റെ അടുക്ക മകനെ കൊടുക്കാൻ പറഞ്ഞപ്പം മടി കാണിക്കാതെ കൊടുത്തതുകൊണ്ട് പിന്നെ ദൈവത്തിന് തൊടാൻ പറ്റുമോ? അപ്പൻ ആരാധിച്ചിട്ട സ്ഥലത്ത് കയറി ദാവീദ് കയറി നിന്ന് ആരാധിച്ചപ്പം തീ ഇറങ്ങി. ഹല്ലേലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 1-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് വായിക്കുന്നത് ഒർണാന്റെ കളം എന്ന് പറഞ്ഞ മോറിയ മലയിൽ സ്വത്രം ഹല്ലേലൂയ ശലോമോൻ ആലയം പണിതു. ഇവിടെ ആലയം വീണത് അപ്പൻ ആരാധിച്ച സ്ഥലത്ത് ആയിരങ്ങൾ ലക്ഷങ്ങൾ വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഒരു സമയത്ത് നിനക്ക് പരിശോധനയാണ്, പരീക്ഷണമാണ്, വേദനയാണ്, ദുഃഖമാണ്. പക്ഷെ അതിൻ്റെ അകത്തോടെ ഇരട്ടിയല്ല 1000 ഇരട്ടി അനുഗ്രഹം പകരാൻ കഴിവുള്ളൊരു ദൈവം ഇതിൻ്റെ അകത്തുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ട്. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ, അപ്പൻ ദാവീദിന് പ്രത്യക്ഷപ്പെട്ട മോറിയ മലയിൽ യെബൂസ്യനായ ഒർണാന്റെ കളത്തിങ്കൽ, യെബൂസ്യനായ ഒർണാന്റെ കളം അത് വില കൊടുത്തു മേടിച്ചു. എന്നിട്ട് അവിടെ യാഗം നടത്തി. വായിച്ചാട്ട്. ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. അവിടെ ആലയം പണിയാൻ തുടങ്ങി. മോറിയ മലയിൽ ആലയം പണിയാൻ തുടങ്ങി. യെരൂശലേമിൽ. ഹല്ലേലൂയ. അന്നതൊന്നുമില്ല. പക്ഷേ 1000 ആണ്ടുകൾക്ക് മുമ്പേ കർത്താവിനറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞ കർത്താവ് കരുതുമെന്ന്. നിനക്ക് 10 വർഷത്തേക്ക് കരുതാൻ പറ്റും, നിനക്ക് 20 വർഷത്തേക്ക് കരുതാൻ പറ്റും. അബ്രഹാമിനൊക്കെ പറഞ്ഞു, നീ തലപൊക്കി നോക്ക്, നിന്റെ മക്കൾക്കും നിന്റെ മക്കളുടെ മക്കൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദേശമാത്. ഹല്ലേലൂയ. 1000 തലമുറ വരെ കരുതാൻ പറ്റുന്ന ആരുണ്ട്, ഏത് മനുഷ്യനുണ്ട്? ഞാൻ പരിചയപ്പെടുത്തി തരാം. സർവശക്തനായ എൻ്റെ കർത്താവുണ്ട്. യഹോവ ഈരേ, അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? എത്ര പേർക്ക് ഈ ഇത്രയും കാലത്തിന് മുമ്പേ കരുതാൻ പറ്റും? ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ മുകളിൽ മിന്നുന്ന വാളുമായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് തട്ടി മാറ്റി. അതിന് പകരം ആട്ടുകൊറ്റനെ അവിടെ കൊണ്ടുവന്ന് വെട്ടി. ഹല്ലേലൂയ. ഇതാ സുവിശേഷം. നിന്നെ വെട്ടിക്കളയേണ്ട സ്ഥാനത്ത് അത് തടഞ്ഞു മാറ്റിയച്ച് സ്വന്തം പുത്രനെ, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ പുത്രനെ അല്ല, സ്വന്തം പുത്രനെ കൊടുത്ത് അതിന് ഹല്ലേലൂയ പകരക്കാരനാക്കി നിർത്തി. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? സകല ശാപവും സകല ന്യായവിധിയും നിൻ്റെ മേൽ വീഴേണ്ടതാ. കർത്താവ് പറഞ്ഞു, മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് ക്രൂശിൽ നിനക്ക് വേണ്ടി അത് വഹിച്ചു. നീ അനുഗ്രഹിക്കപ്പെടുന്നത് വെറുതെയൊന്നുമല്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ നിനക്ക് വരുന്നത്, ഹല്ലേലൂയ, ആ വാള് ഇസഹാക്കിൻ്റെ മേൽ വീഴേണ്ടതായിരുന്നു. പക്ഷെ വീഴാതെ അവനെ കാത്തു സൂക്ഷിച്ചിട്ട് മരണത്തിൻ്റെ സ്വത്രം അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കം വരുത്തി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ ജയോത്സവം കൊണ്ടാടിയ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആ യേശുവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ രക്തം വീണാൽ ഏതെങ്കിലും പാപികൾ മാനസാന്തരപ്പെടുവോ? ഇസഹാക്കിൻ്റെ മരണം കൊണ്ട് എന്തെങ്കിലും വിമോചനം നടക്കുമോ? ഇല്ല. കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, നിൻ്റെ മകൻ മരിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷെ എനിക്കൊരു മകനുണ്ട്, ഏകജാതനായ എനിക്കൊരു മകൻ, എനിക്കൊരു ഓമന പുത്രനുണ്ട്.
അവനെ ഈ മലയുടെ തൊട്ടപ്പുറത്ത് ഗോൽഗോഥ എന്ന് പറയുന്ന അവിടെ ഒരു മലയുണ്ട്. ഇതിന് തൊട്ടടുത്താണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഗോൽഗോഥ മലയിൽ ഇതുപോലെ അപ്പനും മോനും കൂടെ നടന്ന ഒരു 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 ക്രൂശ് മരണമുണ്ട്, യാഗമുണ്ട്. അതിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അബ്രഹാമിനെ കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇതിന് തത്തുല്യമായ ഒരു യാഗം എവിടെ നടന്നു? അത് ക്രൂശിൽ നടന്നു. പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ശാപം അവൻ വഹിച്ചിട്ടുണ്ട്, നിന്റെ മരണം അവൻ വഹിച്ചിട്ടുണ്ട്, നിന്റെ രോഗം അവൻ വഹിച്ചിട്ടുണ്ട്, നിന്റെ തകർച്ച അവൻ വഹിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊണ്ട് തേച്ചാൽ മതി. നിനക്ക് വേണ്ടി അവനെ പാപമാക്കി മാറ്റി. 2 കൊരിന്ത്യർക്കകത്ത് എഴുതിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി അവനെ പാപമാക്കി മാറ്റി. ഞാൻ പറയുന്ന വചനം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. ഞാൻ നീതിമാനാകാൻ കാര്യം എൻ്റെ പാപം, എൻ്റെ ശാപം എൻ്റെ കർത്താവ് ക്രൂശിൽ വഹിച്ചു. എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇസഹാക്കിനെ മാറ്റിയിട്ട് അവിടെ വിട്ടുകൊണ്ടത് ആട്ടുകൊറ്റന. ഹല്ലേലൂയ. പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത് ചെയ്തു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഈ കാര്യം ചെയ്യുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എന്നെ തോപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തതല്ലേ. സ്വന്തം അപ്പം പറഞ്ഞതുപോലെ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. എന്ന് ക്രൂശിലാണ് ഇതിനപ്പുറമായി ഒരു യാഗം നടന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ അബ്രഹാമും ഇസഹാക്കും. നീ കാര്യം ചെയ്യാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും. വായിച്ചാട്ട്. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. മതി, ഞാൻ ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യുക. ഇവിടെയാണ് യഹോവ എനിക്ക് വേണ്ടി കരുതും. എത്ര പേര് ഈ ദൂത് ഏറ്റെടുത്തിട്ടുണ്ട്? നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നീ ഒരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആട്ടുകൊറ്റനെ കരുതുന്ന ദൈവമാണ്. നീ കണ്ടിട്ടില്ലാത്ത ദൈവം നിനക്ക് വേണ്ടി കരുതി തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മോറിയ മലയിൽ അബ്രഹാം ഇസഹാക്കും കയറുമ്പോൾ അപ്പുറത്തോടെ ആട്ടുകൊറ്റൻ മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ട് വരിക. സാധാരണ ആടുകളോ ആട്ടുകൊറ്റനോ മല കയറത്തില്ല. താഴ്വരയിൽ മാത്രമേ അവരെ മേയാൻ പോയാലും താഴ്വരയിലാണ് കൊണ്ടുപോകുന്നത്. മല കയറുന്ന സ്വഭാവം ആടുകൾക്കില്ല. അതിൻ്റെ കാല് ബലഹീനമായ കാലുകളാണ്. പക്ഷേ ഈ ആട്ടുകൊറ്റൻ വലിയ മലയുടെ മുകളിൽ, മോറിയ മലയും കയറി ഇതിൻ്റെ മുകളിലോട്ട് കയറി വന്ന് എന്തിനാണെന്നറിയാമോ? ഇപ്പുറത്തോടെ അബ്രഹാം കയറുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ നീ കാണാതിരിക്കുമ്പോൾ, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് നീ ഇവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ കയറി വരുന്നുണ്ട്. നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും. നിൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ